എന്തായാലും ഒരു സുന്ദരമായ യാത്രയുടെ പര്യവസാനമാണ്. വളരെ ഹാപ്പിയാണ് കേട്ടോ. മാനസികമായി നമ്മൾ ഇത്രയേറെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായി. വാക്കുകളൊന്നും കിട്ടുന്നില്ല സത്യം. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയിൽ നിന്ന് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ലാവണത്തിലേക്കുള്ള മടക്കമാണ്. ഒരുപാട് സന്തോഷം. 1964 ഡിസംബർ 22 രാത്രി ധനുഷ്കോടി അന്ന് പതിവ് പോലെ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. കടലിൻ്റെ നേരിയ ഇരമ്പൽ മാത്രം. എന്നാൽ അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ ആ ശാന്തത തകർത്ത് ഭയാനകമായ ഒരപശബ്ദം ഉയർന്നു. അത് വളരെ വലിയ കാറ്റായിരുന്നു. സാധാരണ കാറ്റേയല്ല, ഒരു ഭൂതത്തെപ്പോലെ അലറിയെത്തുന്ന 280 കിലോമീറ്റർ വേഗതയുള്ള കൊടുങ്കാറ്റ്. കറുത്ത ആകാശം ഭൂമിയെ വിഴുങ്ങാനായി താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ. ജനലുകൾ തകർത്തു, വാതിലുകൾ ഇളകി മാറി, ആളുകൾ ഉറക്കത്തിൽ ഞെട്ടിയുണർന്നു. പക്ഷേ രക്ഷപ്പെടാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല. ഭീതിയുടെ ആ രാത്രിയിൽ പാമ്പൻ പാലത്തിലൂടെ ധനുഷ്കോടിയിലേക്ക് വരികയായിരുന്ന 800A എന്ന പാസഞ്ചർ ട്രെയിൻ. യാത്രക്കാരെല്ലാം പതിയെ മയക്കത്തിലായിരുന്നു. പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും ആകുന്നതിന് മുമ്പ് ലോകം അവസാനിച്ചതുപോലെയുള്ള ഒരു ശബ്ദം. 23 അടി ഉയരമുള്ള ഭീമാകാരമായ തിരമാലകൾ ഇരുളിൻ്റെ മറവിൽ നിന്ന് ട്രെയിനിന് കുറുകെ പാഞ്ഞു വന്നു. ട്രെയിൻ ഒന്നാകെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞു. എൻജിൻ ഡ്രൈവർ ഉൾപ്പെടെ 150-ലധികം മനുഷ്യർ. അവർക്ക് ഒരവസരം പോലും കിട്ടിയില്ല. ഇരുളിൽ, കൊടും തണുപ്പിൽ ആഴക്കടലിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ അവരുടെ അവസാനത്തെ നിലവിളികൾ കാറ്റിൽ അലിഞ്ഞുപോയി. ഏർവാടിയും വാൽനോക്കവും കഴിഞ്ഞാണ് നമ്മൾ രാമേശ്വരത്ത് എത്തുന്നത് കേട്ടോ. അപ്പോൾ രാമേശ്വരം ബിരിയാണി ഒന്ന് രുചിക്കാമെന്നാണ് കരുതുന്നത്. ഈ രാമേശ്വരത്ത് എത്തുന്ന ആളുകളൊക്കെ ക്ഷേത്ര ദർശനത്തിന് ശേഷം തീർച്ചയായിട്ടും അവിടുത്തെ തനത് രുചികളൊക്കെ രുചിക്കാനായി പുറപ്പെടും. അപ്പം സൗത്ത് ഇന്ത്യൻ മസാലകളുടെ ചൂടും തിളക്കവുമൊക്കെ ഭംഗിയായിട്ട് പ്ലേറ്റിലാക്കി തരുന്ന നല്ല നാടൻ രാമേശ്വരത്തിൻ്റെ നാടൻ രുചി. അപ്പോൾ അടിപൊളിയാണ്. അതൊക്കെ രുചിച്ച് നമ്മൾ കാഴ്ചകളിലേക്ക് കിടക്കുകയാണ്. ഇനി നമ്മൾ രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്കുള്ള ആ യാത്ര തുടരുകയാണ്. യാത്രയിലെല്ലാം കേട്ടറിഞ്ഞ ധനുഷ്കോടിയുടെ ആ ഒരു ഭീതിതമായ കഥകളാണ് മനസ്സിലിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത്. ഒരു നിമിഷത്തെ കോപത്തിൽ ഭൂമിയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയ ധനുഷ്കോടി എന്ന നഗരത്തിലാണ്, അല്ലെങ്കിൽ അവിടേക്കാണ് ഞാൻ കടന്നു ചെല്ലാൻ പോകുന്നത്. 1964 ആ ഭീകരമായ ചുഴലിക്കാറ്റിൽ തകർന്നു പോയ മനുഷ്യനിർമ്മിതികളുടെ പ്രേതതുല്യമായ അവശിഷ്ടങ്ങൾ. അപ്പോൾ എല്ലാം പെട്ടെന്ന് കാണാനുള്ള ആ ഒരു ജിജ്ഞാസയിൽ ഞാനങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിവിടെ മൂന്നാമതൊരു പുതിയ പാലം കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു. പഴയ പാമ്പൻ പാലത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിസ്മയം. 1914 നിർമ്മിച്ച കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഷെർസർ റോളിംഗ് ലിഫ്റ്റ് സംവിധാനം പ്രത്യേകം തയ്യാറാക്കിയ നിർമ്മിതി. കപ്പലുകൾക്ക് കടന്നു പോകാൻ പാലം തിരശ്ചീനമായി തുറന്നിരുന്നു. എന്നാൽ ഇന്ന് അതിനെ മാറ്റിപ്പണിയാൻ 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം ഉയർന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണിത്. 72.5 മീറ്റർ നീളമുള്ള മധ്യഭാഗം ഓട്ടോമാറ്റിക്കായി കുത്തനെ ഉയരും. പഴയ പാലത്തിൽ ട്രെയിനുകൾ 10 കിലോമീറ്റർ വേഗത്തിൽ ഇഴയുമ്പോൾ പുതിയ പാലത്തിൽ മണിക്കൂറിൽ 98 കിലോമീറ്റർ വരെ വേഗത്തിൽ കുതിക്കാൻ കഴിയും. പഴയതിൻ്റെ പൈതൃകം നിലനിർത്തി ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഈ പുതിയ പാലം തീർച്ചയായും രാജ്യത്തിൻ്റെ അഭിമാനമാണ്.
1964 അർദ്ധരാത്രി 1:30 മുതൽ 2:30 വരെയുള്ള സമയം ആ പട്ടണത്തിൽ ആളുകൾ ഭയന്ന് കെട്ടിടങ്ങളിൽ അഭയം തേടാൻ ശ്രമിച്ചു. എന്നാൽ കടൽ അവിടെ അവരുടെ പിറകെ തന്നെ ഓടിയെത്തി. ഭ്രാന്തു പിടിച്ച തിരമാലകൾ തെരുവിലൂടെ പായുന്ന നായയെപ്പോലെ ഓടിക്കയറി. കട്ടിയുള്ള കടൽ ഭിത്തികൾ എല്ലാം തന്നെ ചീട്ട് കൊട്ടാരം പോലെ നിലം പൊത്തി. വൈദ്യുതി നിലച്ചു. ചുറ്റും കൂരിരുട്ട്. ആ ഇരുട്ടിൽ വീടുകൾ തകരുകയും ഭയം പൂണ്ട മനുഷ്യർ കടലിൻ്റെ ചുഴലിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഭീതിജനകമായ കാഴ്ചകൾ. മരത്തടികളും കല്ലുകളും മനുഷ്യ ശരീരങ്ങളും പരസ്പരം കൂട്ടിയിടിച്ച് ഒഴുകി നടന്നു. ആരും ആരെയും രക്ഷിക്കാനുണ്ടായിരുന്നില്ല. ആ രാത്രിയിൽ ധനുഷ്കോടിയിലെ ഓരോ ശബ്ദവും ഒടുവിൽ കടലിൻ്റെ അലർച്ചയിൽ അവസാനിച്ചു. പുലർച്ചെ സൂര്യനുദിച്ചപ്പോൾ ധനുഷ്കോടി എന്നൊരു നഗരം അവിടെ ഉണ്ടായിരുന്നേയില്ല. അവിടെ അവശേഷിച്ചത് കടലെടുത്ത മനുഷ്യരുടെ ചോരയുടെ ഗന്ധവും തകർന്ന കെട്ടിടങ്ങളുടെ പ്രേതതുല്യമായ അവശിഷ്ടങ്ങളും മാത്രമായിരുന്നു. 1800-ലധികം പേർ ആ രാത്രിയിൽ കടലിൽ ലയിച്ചു. ധനുഷ്കോടിയിലെ ആ രാത്രി കടലിനോട് മല്ലിട്ട് തോറ്റുപോയ മനുഷ്യൻ്റെ ഭയത്തിൻ്റെ ഒരു കറുത്ത അധ്യായമായി ഇന്നും ഈ മണലിൽ ഉറങ്ങുന്നു. ആ ഒരു ദുരന്തത്തോടുകൂടി റെയിൽവേ പാളങ്ങളും കെട്ടിടങ്ങളും നഗരത്തിൻ്റെ പ്രതാപവുമെല്ലാം കടലെടുത്തു കഴിഞ്ഞിരുന്നു. ഈ പ്രദേശം വാസയോഗ്യമല്ലെന്ന് അന്നത്തെ മദ്രാസ് സർക്കാർ പ്രഖ്യാപിച്ചു. അങ്ങനെ ചരിത്രവും ഓർമ്മകളും പേറി ധനുഷ്കോടി ഇന്ന് ഒരു പ്രേത നഗരമായി നിലകൊള്ളുന്നു. തിരമാലകൾക്കിടയിൽ ഇന്നും കാണുന്ന തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ ദാരുണമായ കഥ നമ്മളോട് മന്ത്രിക്കുന്നു. ராமேஸ்வரம் சிட்டி ஆயிடுச்சு. மேலே உள்ளவன் கீழே வரணும், கீழே உள்ளவன் மேலே வரணும், பெரிய விஷயமே கிடையாது. எல்லாம் ஒற்ற தினத்தில் எல்லாம் முடிஞ்சு போச்சு. ஒற்ற நைட்டில் வேலை முடிஞ்சு. நல்லா ஆலோசிச்சு நோக்கு. சத்தியம் சத்தியம். അവിടെ ഇരുന്നത് எந்த வசதி வாய்ப்பு இல்லாமல் எந்த வழியும் இல்லாமல் ஆൾക്കാർ കടലിൽ പോയി മീൻ പിടിച്ചാലേ അത് വിറ്റാലേ അത് ആഹാരം പറ്റുള്ളൂ. ഇങ്ങനെ അങ്ങനെയല്ല, ഇതൊരു ബിസിനസ് ഏരിയയാണ്, വലിയ ബിസിനസ് ഏരിയ. തുറമുഖം മറ്റത് മറിച്ചത് എല്ലാം ഇരിക്കില്ലയാ. പിന്നെ அவ்வளவும் தவிடு ஓடியாகி இப்போ ஒரு சில இடத்துலலாம் வந்துட்டு கூட போயிடும் ரிட்டர்ன். அந்த இடம் இருக்கும், இங்கே அந்த இடம் கூட இல்லை, எல்லாம் மாஞ்சே போச்சு, மறைஞ்சு போச்சு. இப்போ வெறும் கோடு தானே கிடக்கு. இப்போ அப்படியே அப்புறம் அப்படி இந்த வழி அதில் உள்ள வழி அம்சங்கள் அப்படி இங்கே வந்து இருக்க கொள்ள அப்படி வீடு வாசலில் போட கொள்ள என்ன நமக்கு இனமே கடலில் போச்சு. நம்ம போனால் என்ன இருப்போம் அந்த இடத்துல. 1964 ചുഴലിക്കാറ്റിന് മുൻപ് ധനുഷ്കോടി ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, കസ്റ്റംസ് ഓഫീസുകൾ, ആശുപത്രി, സ്കൂള്, ഹോട്ടലുകൾ എന്നിവയും ശ്രീലങ്കയിലേക്ക് കപ്പൽ സർവീസും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനും തുറമുഖവും തന്നെയായിരുന്നു.
1964 ദുരന്തം വിഴുങ്ങിപ്പോയ ഒരു നഗരത്തിൻ്റെ ശേഷിപ്പുകളിലൂടെയുള്ള യാത്ര കേവലം ഇതൊരു കാഴ്ച മാത്രമായിരുന്നില്ല. തിരമാലകളുടെ താളത്തിൽ ആ പഴയ പള്ളിയുടെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ചുവരുകൾ നമ്മോട് പലതും പറയുന്നുണ്ട്. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അലർച്ചയും മറുവശത്ത് ബംഗാൾ ഉൾക്കടലിൻ്റെ ശാന്തതയും അനുഭവിക്കുമ്പോൾ ധനുഷ്കോടിയുടെ ആ ഓർമ്മകൾ നൽകുന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരപൂർവമായ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ആ ചരിത്രത്തിൻ്റെ ചൂടും ഇവിടുത്തെ തണുത്ത കാറ്റും മനസ്സിൽ എന്നും മായാതെ നിൽക്കും. തിരക്കിട്ട ജീവിതത്തിൽ നിന്നൊരൽപ്പം മാറി ഒരു ദേശത്തിൻ്റെ അവസാനത്തെ തുമ്പിൽ വന്നെത്തിയ ഈ നിമിഷങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. പ്രേതനഗരം എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും ധനുഷ്കോടി എനിക്ക് നൽകിയത് വല്ലാത്തൊരു ശാന്തതയാണ്. പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്രയുടെ ആവേശവും അരിച്ചൽ മുനയിലെ സംഗമസ്ഥാനത്തു നിന്നുള്ള കടൽ കാഴ്ചയും എന്നെ ഞാനറിയാതെ മാറ്റിയെടുത്തു. ഒരു യാത്രാനുഭവം എന്നതിലുപരി ഇതൊരു ആത്മീയമായ അനുഭവം കൂടിയായിരുന്നു. എന്തായാലും അരിച്ചൽ മുനയിൽ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താനായില്ല. കാരണം 6 മണിക്ക് അവിടം ക്ലോസ് ചെയ്യുമായിരുന്നു. പോലീസുകാരൊക്കെ കാവലുണ്ട് കേട്ടോ. അവരെല്ലാവരെയും 6 മണിക്ക് മുൻപ് തന്നെ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഇവിടെ യാത്ര അവസാനിക്കുന്നില്ല. രാമേശ്വരത്തിൻ്റെ പുണ്യഭൂമിയിൽ നിന്ന് ധനുഷ്കോടിയിലേക്കുള്ള ഈ തീർത്ഥയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് പറയുന്നു മാത്രം. ഭൂതകാലത്തിൻ്റെ മുറിപ്പാടുകൾ പേറുന്ന ഈ തീരവും രാമസേതുവിൻ്റെ ഐതിഹ്യവും ഈ കാഴ്ചകളും ഓരോ യാത്രികനും അനുഭവിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ ധനുഷ്കോടി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ യാത്രയിൽ എന്തെല്ലാം കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് മുഴുവനായി എവിടെയും എത്താനായില്ല. കാരണം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയം എന്ന് പറയുന്നത് അല്പം വൈകിയായിരുന്നു. നിങ്ങൾ രാവിലെ തന്നെ പുറപ്പെടുകയാണെങ്കിൽ മാത്രമായിരിക്കും രാമേശ്വരവും അതേപോലെ തന്നെ ധനുഷ്കോടിയുടെ വിവിധ ഭാഗങ്ങളുമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണാനാവുക. എന്തായാലും നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാമെങ്കിൽ വളരെയധികം സന്തോഷം.